കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. അങ്ങനെ കേരളത്തിലേക്ക് എയിംസ് ഒടുവിൽ വന്നു മോനെ. ഒന്നോ ആലപ്പുഴയിൽ, തൃശ്ശൂര്, പിന്നെ പിണറായി വിജയന്റെ കിണാവല്ലൂരിൽ, പിന്നെ സുരേഷ് ഗോപിയുടെ തന്നെ കാസർഗോട്ടിൽ. പുള്ളിക്ക് എവിടെ വേണമെങ്കിൽ കേരളത്തിൽ വരും. തൃശ്ശൂർ എന്തായാലും പുള്ളിയുടെ മണ്ഡലത്തിലായതുകൊണ്ട് ഉറപ്പാണ്. അപ്പോൾ അവസാനം എയിംസ് വന്നു മോനെ എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാണ്? സീതാരാമൻ മണിക്കൂറുകൾ എടുത്തിട്ട് 2026 ബഡ്ജറ്റ് പ്രസംഗം വായിച്ചു കഴിഞ്ഞപ്പോൾ കാതോർത്തിരുന്നു, എവിടെയെങ്കിലും കേരളത്തിന് ഒരു എയിംസ് പ്രഖ്യാപിക്കുമോ എന്നുള്ളത്. നമ്മളാരും കേട്ടില്ല കേട്ടോ. ഇനി വരും മോനെ എന്ന് വീണ്ടും സുരേഷ് ഗോപി ഈ വർഷം മുഴുവൻ പറയും. അടുത്ത ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ വീണ്ടും അതേ തള്ളു കേൾക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്തൊരു സംഭവം ഉണ്ട് കേട്ടോ, അതും കൂടെ പറയാം. ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പേ ഞാൻ ചെയ്തുള്ളൂ. എത്ര സ്റ്റേഷനാണ്, എവിടെ സ്റ്റേഷൻ? ഈ സ്റ്റേഷന് ഓരോ സ്റ്റേഷൻ മറ്റേ സ്റ്റേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലൈൻ കൊണ്ടുപോകണം, അത് ഫൈനൽ ചെയ്യണം. അതൊന്നും സമയത്തിരിക്കില്ല. അതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയിൽ അതിവേഗ റെയിൽ പദ്ധതിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ പൊന്നാനിയിൽ നടക്കാൻ പോവുകയാണ്. ഈ ശ്രീധരൻ നാളെ പൊന്നാനിയിൽ ഓഫീസ് തുറക്കുകയാണ്. തന്റെ ആശയത്തിലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് ശ്രീധരന്റെ തീരുമാനം. ഈ മാസം പകുതിയോടെ വിവിധ ജില്ലകളിൽ യോഗങ്ങളും ഒക്കെ വിളിക്കുന്നുണ്ട്. പ്രശാന്ത് നിലമ്പൂർ ആ വിവരങ്ങൾ നമുക്ക് നൽകും. ഗുഡ് മോർണിംഗ് പ്രശാന്ത്. RRTS സർക്കാർ പ്രഖ്യാപിച്ച RRTS ഒരു വശത്തുണ്ട്, ശ്രീധരന്റെ ബദലുണ്ട്. വലിയ രാഷ്ട്രീയ പോര് ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഏത് മുന്നോട്ട് പോകും, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ശ്രീധരൻ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ജനങ്ങളോടക്കം തന്റെ ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീധരന്റെ അവിടുത്തെ നീക്കങ്ങൾ? മെട്രോമാൻ ശ്രീധരൻ അതിവേഗം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം നടത്തി തന്റെ ആശയം പങ്കുവെച്ചത്. അങ്ങനെ ആശയം പങ്കുവെക്കുക എന്നത് മാത്രമല്ല, അതോടൊപ്പം അത് പ്രായോഗികമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ശ്രീധരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയവും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹം പൊന്നാനിയിൽ ഒരു ഓഫീസ് തുടങ്ങുന്നു. അത് നാളെ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആരാ പറഞ്ഞത് കേരളത്തിന് അതിവേഗ റെയിൽവേ ഇല്ലാന്ന്? 7 എണ്ണം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതും കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നല്ല. ശ്രീധരൻ സാർ ഓൾറെഡി ഓഫീസേ തുടങ്ങാൻ പോകുന്നു, സ്റ്റേഷനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ലാന്ന് ഈ ശ്രീധരനെ പോലെയുള്ള ഒരു സാറ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പാലക്കാടൊക്കെ നമ്മുടെ ഷാഫി പറമ്പലിനെ ഇങ്ങനെ കിടുകിട വർപ്പിച്ച ഒരു നേതാവ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഏതാണ്ട് MLA ഓഫീസാണ്, അവിടെ ഓൾറെഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത ഒരു നേതാവാണ്. എന്ന് മാത്രമല്ല, കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ തുടങ്ങിയ അതിഗംഭീര പ്രൊജക്റ്റുകൾ നടത്തിയ ഒരു നേതാവ് നമ്മളോട് പറയുകയാണ് ഓഫീസേ തുറന്നു കഴിഞ്ഞു. ഇവിടെ തിരൂര് എങ്ങാണ്ട് അവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഓഫീസേ തുടങ്ങി, ഉദ്ഘാടനം നടത്താൻ പോണു, അതിൻ്റെ സ്റ്റേഷനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ കേരള ഗവൺമെൻറ് ഒരു എന്താണ് RRTO അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തോ ഒരു പുതിയ പ്രൊജക്റ്റ്, അതൊരു തരം ഒരു പരിപാടിയാണ്. കാരണം അത് കേരള ഗവൺമെൻറ് അതിന് പകരമായിട്ട് മറ്റൊരു പ്രോജക്റ്റ് അവിടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഈ BJP ഗവൺമെൻറ്റിനെ ഒന്ന് പ്രകോപിപ്പിക്കുകയാണ്. നിങ്ങളെ പ്രൊജക്റ്റ് നടത്തണ്ട, ശ്രീധരൻ്റെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ശ്രീധരൻ്റെ പ്രൊജക്റ്റിന് അംഗീകാരം കിട്ടുമല്ലോ. അങ്ങനെയെങ്കിലും കേരളത്തിന് റെയിൽവേ പാത വരട്ടെ, അതിവേഗ റെയിൽവേ പാത വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, കാരണം ഇവരോട് LDFിനോടുള്ള ഇടത് ഭരണത്തിൻ്റെ പ്രപ്പോസ് ചെയ്ത ഒരു അതിവേഗ റെയിൽവേ നടപ്പാക്കണ്ട, ഞങ്ങൾ ശ്രീധരൻ സാറിൻ്റെ BJPക്കാരുടെ പ്രൊജക്റ്റാണ് നടപ്പാക്കുക എന്ന് പറഞ്ഞിട്ടെങ്കിലും നടപ്പിലാക്കി കിട്ടട്ടെ എന്ന് വിചാരിച്ച് അതിവളവ് കാണിച്ചതാണ്. പക്ഷേ 7 എണ്ണം പ്രഖ്യാപിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്നാണ് ഈ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത്. നമ്മളും ശ്രദ്ധിച്ചു കേട്ടോ, വല്ലതും പറയുമെന്ന്. 7 അതിവേഗ റെയിൽവേ കോറിഡോറൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ കേരളം എന്ന് അക്ഷരം തെറ്റിയിട്ട് പോലും എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷേ ശ്രീധരൻ സാറിന് വളരെ ഉറപ്പുണ്ട്. അദ്ദേഹം ഓഫീസ് തുടങ്ങി, സ്റ്റേഷനൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, ബഡ്ജറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞു, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെ ഷെയർ നിശ്ചയിച്ചു കഴിഞ്ഞു, വിദേശ ബോണ്ടുകൾ എത്ര വേണമെന്നൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. അദ്ദേഹം എന്തായാലും പരിപാടി തുടങ്ങി. അതുകൊണ്ട് കേരളക്കാർ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 5 കൊല്ലം കഴിയുമ്പോൾ അതിവേഗത്തിൽ റെയിൽവേ വഴി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് വളരെ വരുന്നത് രഹസ്യമായ വഴിയാണ്. ബഡ്ജറ്റ് വഴിയൊന്നും വന്നില്ലെങ്കിലും പ്രശ്നവുമില്ല. നമ്മൾ നേരത്തെ എയിംസ് സുരേഷ് ഗോപി വരും മോനെ എന്ന് പറഞ്ഞില്ലേ, അത് ബഡ്ജറ്റിൽ വേണമെന്നില്ല, അത് വരും എന്ന് പറഞ്ഞാൽ വരും. അപ്പം നമുക്ക് ഇതൊക്കെ കണ്ട് ചിരിക്കാം. ഇത്തരം രാഷ്ട്രീയ തമാശകൾ ഇനിയും തുടരും. അതുകൊണ്ട് ഇത്തരം തമാശകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.